ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കുറച്ച് പർച്ചേസിങ്ങും എൻ്റെ കുറച്ച് വർക്കും അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിപ്പോൾ രാവിലത്തെ എല്ലാ കാര്യങ്ങളും മോർണിംഗ് റൂട്ടീൻസും ബ്രേക്ക്ഫാസ്റ്റ് ടേക്കലും അതെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തപ്പം. ഇപ്പോൾ ഞാൻ കോഫി ഉണ്ടാക്കുകയാണ്. ഞാൻ രാവിലെ കോഫി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 9:30 ശേഷം കുടിക്കലുള്ളൂ കേട്ടോ. ഒരു 10 മണി 10:30 11 മണി ആ ഒരു സമയത്തൊക്കെയാണ്. സാധാരണ കൂടുതൽ ആൾക്കാരും രാവിലെ എണീറ്റ് പാടെ തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ കോഫി കുടിക്കുക ചായ കുടിക്കുക അങ്ങനെയൊക്കെയല്ലേ ചെയ്യൽ. ഞാൻ ചായ കുടിക്കലുണ്ട് രാവിലെ എണീറ്റ് പാടെ തന്നെ. പക്ഷേ കോഫി അങ്ങനെ കുടിക്കലില്ല കേട്ടോ, വൈകുന്നേരം അല്ലെങ്കിൽ ഈ ഒരു സമയത്താണ്. അങ്ങനെ കോഫിയൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ റൂമിൽ കൊണ്ടുവന്നിട്ട് കുടിക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനും കൊറിയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പുറത്തു പോകാനുണ്ട്. പിന്നെ കുറച്ച് പ്രിൻ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടി വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫസ്റ്റ് എൻ്റെ ജേണൽ എടുത്തിട്ട് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ബുള്ളറ്റ് ജേണൽ അങ്ങനെ മാസം ചെയ്യാറില്ല കേട്ടോ. ഞാൻ ജേണൽ ചെയ്യും, അതായത് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യും. അല്ലാതെ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഈ ഒരു ജേണലിൽ ഇപ്പോൾ ചെയ്യലില്ല. കാരണം പുതിയ പ്ലാനർ വാങ്ങിയതുകൊണ്ട് തന്നെ അതിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ നമ്മൾക്ക് നോട്ട് ചെയ്യാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് കേട്ടോ ഇതിൽ എഴുതി കൊടുക്കാറുള്ളത്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് കഴിഞ്ഞൊരു വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ അന്ന് ചെയ്തിട്ടുള്ള ഹാമ്പേഴ്സൊക്കെയാണ് എനിക്ക് ഇന്ന് കൊറിയർ ചെയ്യാനുള്ളത്. അങ്ങനെ ജേണലിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ടു ഡു ലിസ്റ്റിലും കൂടെ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ടു ഡു ലിസ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ടോയെന്ന്. ഞാൻ മാക്സിമം എല്ലാം ചെയ്യലുണ്ട്. പിന്നെ എക്സ്ട്രാ ഞാൻ ചില കാര്യങ്ങൾ ചില ദിവസം എഴുതി കൊടുക്കും. അതായത് നാളെ ചെയ്താൽ മതി എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ചിലപ്പം ഇന്ന് നിർബന്ധമൊന്നുമില്ല ചെയ്യണം എന്നുള്ളത്. അങ്ങനത്തതും കൂടെ ചിലപ്പോൾ ഞാൻ ലാസ്റ്റ് എഴുതി കൊടുക്കും കേട്ടോ, 1-2 കാര്യങ്ങൾ. കാരണം ഇന്ന് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ടു ഡു ലിസ്റ്റിലുള്ളതുകൊണ്ട് അത് ചെയ്യാൻ തോന്നും. ഇനിയിപ്പോൾ സമയമില്ലെങ്കിലും പ്രശ്നമില്ലല്ലോ, കാരണം നാളെ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള കാര്യമായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ടു ഡു ലിസ്റ്റ് ഫുള്ള് ചെയ്യലില്ല. അല്ല ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കലുണ്ട്, ചെയ്യലും ഉണ്ട്. പിന്നെ ഞാനങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതലില്ല കേട്ടോ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുണ്ടാവുമല്ലോ. ഞാനെപ്പോഴും മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കൂടുതലും എഴുതി കൊടുക്കാറുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ഉണ്ട് എന്നുള്ളൊരു തോന്നലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തോന്നും. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് ചാർജഡ് ആയതിൻ്റെ ശേഷം ഞാൻ ഹാമ്പേഴ്സ് പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചല്ലോ, അന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്താൽ മാത്രം മതി. ഇതിപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ഹാമ്പറിൽ വെച്ചിട്ടുള്ള മിനി ഫ്രെയിം ഒന്ന് ഗിഫ്റ്റ് റാപ്പർ യൂസ് ചെയ്ത് റാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് ഞാൻ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത്. സാധാരണ ഞാൻ ഇന്ത്യ പോസ്റ്റ് വഴി ഹാമ്പേഴ്സ് അയക്കാറില്ല. ഔട്ട് ഓഫ് കേരള ആണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. കാരണം ഇതിൽ മിനി ഫ്രെയിം വരുന്നുണ്ട്. പിന്നെ പിറ്റേന്ന് തന്നെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോസ്റ്റ് ഓഫീസ് വഴി അയക്കാറില്ല. പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ ഒരു 3-4 ദിവസം എടുക്കുമല്ലോ. പക്ഷേ ഔട്ട് ഓഫ് കേരള ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പോസ്റ്റ് ഓഫീസ് വഴി അയക്കാൻ പറ്റുള്ളൂ. മറ്റേത് നമുക്ക് ഒരുപാട് ഷിപ്പിംഗ് ചാർജ് വരും. അപ്പോൾ ഇത് അതേപോലെ എവിടേക്കോ തമിഴ്നാടോ അങ്ങനെ എവിടേക്കോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ത്യ പോസ്റ്റ് വഴി അയക്കണതുകൊണ്ട് ഈ ഫ്രെയിമൊക്കെ ഇതിൽ നല്ലോണം സ്റ്റിക്ക് ചെയ്ത് വെക്കണം. അതുകൊണ്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ ഹാമ്പേഴ്സിലുള്ള ഫ്രെയിം അങ്ങനെ ഞാൻ സെപ്പറേറ്റ് റാപ്പ് ചെയ്ത് കൊടുക്കാറില്ല. ഇതിപ്പോൾ ഞാൻ ഫ്രെയിം ഒന്ന് റാപ്പ് ചെയ്തതിന് ശേഷം ഡബിൾ സൈഡഡ് ടാപ്പ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഹാമ്പറിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യാറുള്ളത്. വേറെ എക്സ്ട്രാ തെർമാക്കോളും ബബിൾ റാപ്പറൊന്നും ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ബട്ട് ഇത് സേഫായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ത്യ പോസ്റ്റ് വഴിയാണെങ്കിലും മിനി ഫ്രെയിം ആയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ സേഫായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ കുറച്ച് റോസസ് ആണ് വെക്കാനുള്ളത്. അപ്പം അത് തെർമാക്കോൾ വെച്ചിട്ട് അതിന്മേൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സ്പേസ് ഇതിലില്ല. സ്പേസ് ഉണ്ട്, പക്ഷേ തെർമാക്കോൾ വെച്ചിട്ടാണ് റോസ് വെക്കണമെന്നുണ്ടെങ്കിൽ ഹൈറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ലിഡ് ശരിക്കും ക്ലോസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു സ്പേസിൽ ഇങ്ങനെ വെച്ചപ്പോൾ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോക്ലേറ്റ്സും കാർഡ്സും അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ ആ ഒരു ഹാമ്പർ സെറ്റ് ചെയ്തിട്ട് മറ്റേ ഹാമ്പറും അതേപോലെ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന് പിന്നെ ഞാൻ തെർമാക്കോളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം വാലറ്റും പിന്നെ ചോക്ലേറ്റ്സും എല്ലാം പല സൈസ് ആയതുകൊണ്ട് ഒന്ന് ഈവൻ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ തെർമാക്കോളൊക്കെ യൂസ് ചെയ്ത് ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ഹാമ്പറും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പാക്ക് ചെയ്യണം. ഹാംബേസിൻ്റെ പാക്കിങ് ഭയങ്കര സിമ്പിളാണ്. കാരണം ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബോക്സാണ്. അപ്പോൾ ഇതിൻ്റെ പുറമേ ഇനി വലിയ തെർമാക്കോളും ബബിൾ റാപ്പറൊന്നും ഞാനിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ക്ലിൻ റാപ്പ് യൂസ് ചെയ്തിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ട് 2 ഭാഗത്തുനിന്നും ചുറ്റി കൊടുക്കും. എന്നിട്ട് പിന്നെ ആ ഒരു പേപ്പർ യൂസ് ചെയ്തിട്ട് ഞാൻ സാധാരണ പാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പേപ്പർ യൂസ് ചെയ്തിട്ട് പാക്ക് ചെയ്യാണ് കേട്ടോ ചെയ്യൽ. അങ്ങനെ അതിൻ്റെ ഇടയിൽ തന്നെ ഇന്നലെ രാത്രി ഞാൻ കുഞ്ഞൊരു ഗിഫ്റ്റ് ബോക്സും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് ഒരു 3x3 ഫ്രെയിമും കൂടെ ഇന്ന് അയക്കണം. അപ്പോൾ അത് ഞാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയതാണ്. കാരണം ഈ ഫ്രെയിം മാത്രമാണ് ചെയ്യാനുള്ളത്, ഹാമ്പറിൽ വെക്കാനൊന്നുമല്ല. അപ്പോൾ അത് മാത്രം ഞാൻ മാറ്റി വെച്ചതായിരുന്നു. പിന്നെ ഒരു ബുക്ക് നോക്കിയ സമയത്താണ് ഇതൊന്ന് അയക്കാനുണ്ടല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനെ 3x3 ഫ്രെയിം മാത്രമായിട്ട് ഓർഡേഴ്സ് വരാറില്ല കേട്ടോ. വരൽ ഭയങ്കര കുറവാണ്. ഒരു പ്രാവശ്യത്തെ അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. കൂടുതലും 4x4 അല്ലെങ്കിൽ ഇത് ആണെങ്കിൽ തന്നെ നമുക്ക് മിനി ഹാമ്പറിൽ അങ്ങനെയൊക്കെ വെക്കാനുള്ളൂ. പക്ഷേ ഇതിപ്പം ഈ ഒരു ഫ്രെയിം മാത്രമായിട്ടാണ് ഓർഡർ വന്നിട്ടുള്ളത്. ഇത് കാണാൻ അത്ര സൈസും കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും ഇതിൽ ഫോട്ടോസൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കുഞ്ഞു സൈസും കൂടിയല്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇതും അതേപോലെ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാനും. വൈറ്റ് വേണമെന്ന് കസ്റ്റമർ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഇനി ഞാനിത് ആ ഫ്രെയിമും കൂടെ ഒന്ന് പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സാധാരണ പാക്ക് ചെയ്യാറുള്ള പോലെ തന്നെ തെർമാക്കോൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യണത്. പിന്നെ നമ്മൾ മറ്റേ ഫ്രെയിംസിൻ്റെ അത്രയും ലെയർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനാകെ 4 സൈഡിൽ മാത്രമേ കൊടുത്തിട്ടുള്ളായിരുന്നു. കാരണം ഇതിന് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് ഒന്നുമില്ല. അങ്ങനെ എൻ്റെ പാക്കിങ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് വിശന്നപ്പോൾ ഞാനൊരു പഴം കൊണ്ടുവന്നിട്ട് അത് കഴിക്കുകയാണ്. കാരണം കുറച്ച് നേരം ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ ഫോണിൽ വെറുതെ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാനത് അഡ്രസ്സും കൂടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോയി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇനി കൊറിയർ ചെയ്യാനുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു കവറിലിട്ടിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ ഒരു ഉച്ച നേരമാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഫസ്റ്റ് ഇന്ത്യ പോസ്റ്റിൽ പോയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് വേണം പിന്നെ ടൗണിൽ പോകാൻ. ഞാൻ കുറച്ച് നേരം ഓട്ടോ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട്, പക്ഷേ ഓട്ടോ ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ കുറച്ചങ്ങോട്ട് നടന്നിട്ടാണ് പിന്നെ ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യ പോസ്റ്റിൽ എത്തിയതിന് ശേഷം ഔട്ട് ഓഫ് കേരള ഒരു ഹാമ്പർ അയക്കാണ്ടായിരുന്നല്ലോ, അത് ഇവിടുന്ന് ഷിപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ നേരെ അവിടുന്ന് ടൗണിൽ വന്നിട്ട് ഫസ്റ്റ് എനിക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ എനിക്ക് ഫ്രെയിമും ഒക്കെ വാങ്ങാണ്ടിരുന്നു കേട്ടോ. അതിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒരു A5 സൈസിലുള്ള ഫ്രെയിമാണ് വേണ്ടിയിരുന്നത്, ബ്ലാക്കാണ് വേണ്ടിയതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ മറ്റേത് കൊറിയർ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, മറ്റേ ഹാമ്പർ. അപ്പോഴാണ് ഇനിയെ വന്നത്. ഓൾ എന്നോട് പറയാതെ പെട്ടെന്ന് വന്നാണ്ട് ബാക്കിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കാനും മറന്നുപോയി. അങ്ങനെ എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിൽ പോവാണ് കേട്ടോ. അങ്ങനെ പോണ വഴിയിൽ ഞാൻ കുറച്ച് സ്നാക്സും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഈവനിങ് സ്നാക്സിന്ന് നല്ല സമൂസയൊക്കെ കിട്ടും. എനിക്കാണെങ്കിൽ സമൂസ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടുത്തത് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഓട്ടോ നിർത്തിയിട്ട് അത് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ തിരിച്ച് വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യൽ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അതൊക്കെ ഒന്ന് ശരിക്കും എടുത്ത് വെക്കും. എന്നിട്ട് പിന്നെ ബാക്കി കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും കേട്ടോ. ബാഗിലുള്ളതും എല്ലാം ഒന്ന് പുറത്തെടുത്ത് വെക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പോയിട്ട് ഫ്രഷായി കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഞാൻ പോയപ്പം പാക്ക് ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഡെസ്കിൽ അങ്ങനെ വെച്ച് പോയതാണ് കേട്ടോ, ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചെടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ
പിന്നെ ഡെസ്കും ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ക്ലീൻ ആക്കുന്നതും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് ഈ ദമാക്കോളൊക്കെ കട്ട് ചെയ്തുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു അതിൻ്റെ പീസ് അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാവും. പിന്നെ അതാ എനിക്കൊരു പെൻപാൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 3-4 ദിവസം മുന്നേ. അപ്പോൾ അത് ഒന്ന് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചതായിരുന്നു, കാരണം ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഓപ്പൺ ചെയ്യാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഇന്ന് എനിക്കത് ഓർമ്മ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് വായിക്കുകയാണ്. ഇതപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് കേട്ടോ എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ആളെ പേര് ഫാത്തിമ അമീർ എന്നാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഓരോന്നായിട്ട് അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. സോ ആദ്യം തന്നെ നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് അങ്ങനെ കവർ പേജൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനുള്ളിൽ കുറച്ച് എൻവലപ്സും കാര്യങ്ങളൊക്കെയാണുള്ളത്. സോ ഫസ്റ്റ് എൻവലപ്പിൽ ഇതാ ലെറ്ററാണുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് ആ ലെറ്ററൊക്കെ ഫുള്ളായിട്ടൊന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഹാൻഡ് മെയ്ഡ് ലെറ്റേഴ്സ് വായിക്കാനൊക്കെ. കാരണം നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് സ്പെഷ്യലായിട്ട് എഴുതിയതല്ലേ, അപ്പോൾ അത് വായിക്കാനും ഒരു വേറെ ഫീൽ തന്നെയാണ്. അങ്ങനെ ലെറ്റർ വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ളത് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ഉണ്ടായിരുന്നത് എന്നോട് ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഈ ഒരു എൻവലപ്പിൽ മിനി നോട്ട്ബുക്ക് ആൻഡ് മെമ്മോ പാഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലും എന്താ ഉള്ളതെന്ന് നോക്കാം. സോ ഫസ്റ്റ് തന്നെ കുറച്ച് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള മെമ്മോ പാഡ്സ് ആണുള്ളത്. നമുക്ക് ടു ഡു ലിസ്റ്റ് എഴുതാനും വേറെ എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കാനൊക്കെ യൂസ് ചെയ്യാം. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതിൽ ഇനി എന്തെങ്കിലും ടു ഡു ലിസ്റ്റൊക്കെ എഴുതണമെന്ന് വിചാരിക്കണ്ടേ. പിന്നെ ഇതിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ട് തന്നെയുള്ളൊരു ഒരു മിനി ബുക്കും കൂടെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഈ ഒരു പാക്കിൽ കുറച്ച് സർക്കിൾ സ്റ്റിക്കേഴ്സ് എന്നൊക്കെയാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതും ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതിലും കുറച്ച് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ സർക്കിൾ ഷേപ്പിൽ വരുന്ന സ്റ്റിക്കേഴ്സാണുള്ളത്. ഇതൊക്കെ നമുക്ക് ജേണൽ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് പാക്കേജിൽ കോവായി സ്റ്റിക്കേഴ്സാണുള്ളത്. അപ്പോൾ അതും ഇതാ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് തന്നെയാണ്. ഇതൊക്കെ സ്വന്തമായിട്ട് വരച്ച് പെയിൻറ് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ കുറച്ച് സമയം കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന സാധനങ്ങളാണല്ലോ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതും നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ഉണ്ടാക്കാന്ന് പറയുമ്പോൾ അതെന്തായാലും സ്പെഷ്യൽ ആയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ കാണാനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ ഞാൻ എന്തായാലും ഫുൾ ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട്. എല്ലാം എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. സോ ഇതെനിക്ക് സെൻഡ് ചെയ്ത് തന്നതിന് താങ്ക് യു സോ മച്ച്. അങ്ങനെ ഞാനത് അതിൻ്റെ ഫോട്ടോസൊക്കെ കുറച്ച് എടുത്തതിന് ശേഷം പെട്ടെന്ന് അതെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. കാരണം ഇവിടെ ഇങ്ങനെ വെച്ചാൽ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് മിസ്സാവും, കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കേഴ്സൊക്കെ ഉള്ളതുകൊണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിന് ചായ അടിക്കാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് ചായ ഉണ്ടാക്കുകയാണ്. ഇതിപ്പോൾ എനിക്ക് വീട്ടിലെത്തിയപ്പോൾ തൊട്ടേ ചായ കുടിക്കാനുള്ളൊരു ഭയങ്കര ടെൻഡൻസി ഉണ്ട് കേട്ടോ. കാരണം ആ സ്നാക്സൊക്കെ വാങ്ങിയതുകൊണ്ട്. പക്ഷേ ഒരു 4:30 ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാനപ്പോൾ അവിടുന്ന് കുറച്ച് സമൂസയും പിന്നെ മുട്ട ബജിയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. രണ്ടും എനിക്കിഷ്ടമാണ്. സമൂസക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ രണ്ടും ഓരോന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഈവനിങ് സ്നാക്സ് എന്ന് കിട്ടുന്ന ഒരു സ്പെഷ്യൽ ചട്നി ഉണ്ടല്ലോ, അതും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കാണ്. അവിടെ നിന്ന് അങ്ങനെ എപ്പോഴും വാങ്ങലില്ല കേട്ടോ, എപ്പോഴെങ്കിലേ വാങ്ങലുള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറേ കഴിഞ്ഞ് വാങ്ങി കഴിക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് ആണല്ലോ. പിന്നെ ഞാൻ രാത്രിയാണ് ബാക്കി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഇന്ന് വാങ്ങിയിട്ടുള്ള റാപ്പിംഗ് ഷീറ്റ്സ് ആണ്. ഇപ്പം എന്താണെന്നറിയില്ല, ഏത് ഷോപ്പിൽ പോയാലും അത്ര ഭംഗിയുള്ള റാപ്പിംഗ് ഷീറ്റ്സ് ഒന്നും കിട്ടാനില്ല കേട്ടോ. ഫസ്റ്റൊക്കെ നല്ല ഭംഗിയുള്ള പ്രിൻ്റ് ഉള്ളതും നല്ല ക്യൂട്ടായിട്ടുള്ളതൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഇപ്പം എന്തോ എനിക്ക് ഏതും അങ്ങനെ ഇഷ്ടാവലില്ല. പിന്നെ നമുക്ക് റാപ്പ് ചെയ്യാതെ കൊടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടുള്ളത് വാങ്ങുക. അങ്ങനെ പിന്നെ ഇത് 2 ടോപ്പ് ഞാൻ നേരത്തെ ഉണങ്ങിയത് കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് മടക്കി വെക്കണുണ്ട്.
ആകെ ഈ 2 ടോപ്പ് മാത്രമേ എടുക്കാനുള്ളൂ കേട്ടോ. വേറെ കുറേയൊന്നുമില്ല. ഇത് ഇന്നലെ എന്തോ ഉണങ്ങാത്തതുകൊണ്ട് എന്തോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. ഇന്നാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ മടക്കി എടുത്ത് വെച്ചതിന് ശേഷം ഞാനൊരു പോളറോയിഡ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൊരു 3 ഫോട്ടോ മിസ്സിങ് ഉണ്ടായിരുന്നു കേട്ടോ. അത് പ്രിൻ്റ് ചെയ്തപ്പോഴാണ് ഇവിടെ എത്തിയും കട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 3 ഫോട്ടോ മിസ്സിങ് ഉണ്ടെന്ന്. അപ്പോൾ അത് ഇന്ന് ഞാൻ പോയപ്പോൾ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതും കൂടെ കട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ട് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ മാറ്റി വെച്ചതേനു. സാധാരണ ഒരു സെറ്റായിട്ടാണല്ലോ ഞാൻ 35 ഫോട്ടോ പിന്നെ 70 ഫോട്ടോ അങ്ങനെയാണ് ചെയ്യൽ. ഇതിൽ 84 ഫോട്ടോസോ അങ്ങനെ എത്രയോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സെറ്റ് അല്ലാത്തതുകൊണ്ട് കുറച്ച് ഫോട്ടോ മിസ്സായിട്ടുണ്ട്. കറക്റ്റ് സെറ്റാണെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലോ അതിൽ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടോ ഇല്ലേന്നൊക്കെ. ഇത് പിന്നെ അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഒരു 3 മിസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അപ്പം അങ്ങനെ ഇന്ന് ഞാൻ ഫ്രെയിമിനുള്ളത് പ്രിൻ്റ് ചെയ്തതിൽ കുറച്ച് സ്പേസ് ബാക്കി ഉണ്ടായപ്പം അങ്ങനെ ഇത് 3 കൂടെ പ്രിൻ്റ് ചെയ്തിട്ടുള്ളതേനു. അങ്ങനെ ബാക്കിയുള്ളതും കൂടെ കട്ട് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ വെച്ചതിന് ശേഷം അത് ഒന്ന് റാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ കൊറിയർ ചെയ്യുന്നതിന് മുന്നേ പാക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ മിസ്സാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം കൂടെ ഒന്ന് റാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ടു ഡു ലിസ്റ്റിൽ ഇന്ന് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നോക്കിയിട്ട് നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ റിംഗ് ആൽബം മാത്രമേ ചെയ്യാനുള്ളൂ. അത് പിന്നെ ഞാൻ ഇന്നാണ് പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നാളെ രാവിലെ ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ അത് പിന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.